ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പാണ്. ഞാൻ സൂപ്പ് ഇട്ടിട്ട് തന്നെ വർഷങ്ങളായി. പിന്നെ ഈ ഒരു ക്യാരറ്റ് സൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ വായി കഴിക്കുമ്പോഴും നമുക്ക് നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവറും കൂടെ വരുന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിൽ സൂപ്പ് ഉണ്ടാക്കുകയാണ് നല്ലത്, കാരണം ഒരുപാട് ലിക്വിഡ് ഹോൾഡ് ചെയ്യുന്നതായതുകൊണ്ട്. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്ന സമയത്ത് സവാള, ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ സവാളയാണ് കേട്ടോ ഉള്ളതിൽ. അതും എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ്, ഒരു ചെറിയ 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 പേർക്ക് പെർഫെക്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബൂയോൺ പൗഡർ ആഡ് ചെയ്യണം. 3 ടേബിൾ സ്പൂൺ ബൂയോൺ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൂയോൺ പൗഡറിനെ നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് പൗഡർ എന്നും വിളിക്കാം. അല്ല, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ വെജിറ്റബിൾ സ്റ്റോക്ക് വെള്ളം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം. അപ്പം ഞാൻ പകുതി വേവാവുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്യാരറ്റ് പകുതി വേവാകുമ്പോഴാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് വേവാത്ത ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഒപ്പം വെന്ത് വന്നോളും. ഓക്കെ, നന്നായിട്ട് തിളച്ച് ഫുള്ളായിട്ട് വെന്ത് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് ഒന്നല്ലെങ്കിൽ മിക്സിയിൽ ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ സൂപ്പ് അറിയാലോ, ഒരു കഷ്ണം കാണില്ല, ഉണ്ട് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു എന്താ പറയുക, ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം മറ്റേ ക്യാരറ്റ് പൊടിച്ചാലും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. അപ്പോൾ ഏകദേശം ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഞാൻ കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്തിരി സ്പൈസിനെസ് വേണം എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ടോട്ടലി ഓപ്ഷണൽ, കാരണം നമുക്ക് ഓൾറെഡി ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തുകൊണ്ട് നല്ല റിച്ചായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള സൂപ്പ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഞാനതൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. പക്ഷേ അത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല ആക്ച്വലി. അല്ലാതെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. വെറും ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. ലാസ്റ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, കഴിക്കുക. കുരുമുളക് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കുക. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറും. കുറച്ച് ചണ സാലഡും ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.